ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? കേൾക്കാം അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാരത്തോണില് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്ന പോർഷൻ ആണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി PSCക്ക് ആയാലും ഒക്കെ തിയറി പഠിച്ചിട്ടുള്ള പോർഷൻ ആണ്. അതിൽ മോട്ടിവേഷനിൽ മെയിൻ ആയിട്ട് മാത്സിനോട് കാര്യങ്ങളാണ്. ആ തിയറി ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇമോഷനിലും കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ നീഡ് ഹൈറാർക്കി തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഫ്രോയിഡ്, മാസ്ലോ, പിയാഷെ, മെക്ലാൻഡ്. ആരാണ്? നമുക്കറിയാം നീഡ് ഹൈറാർക്കി തിയറി നമ്മുടെ മോട്ടിവേഷന്റെ ആരാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്? മാസ്ലോ ആണ് തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. ഓക്കെ, 1943 അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്നതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 5 ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് അദ്ദേഹം പറഞ്ഞിട്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ നീഡ് ഹൈറാർക്കി തിയറി ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം എബ്രഹാം മാസ്ലോ ആണ് ആ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ അറൗസ്ഡ് കണ്ടീഷൻ ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് റിസൾട്ട് ഫ്രം സം ബോഡിലി ഓർ ടിഷ്യൂ ഡെഫിസിറ്റ് ഈസ് കോൾഡ്. അതായത് നമ്മുടെ ബോഡി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ ആയിട്ട് എറൗസ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ എന്താണ് പറയാറ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ മോട്ടീവ് ആണോ, ഗോൾ ആണോ, ഡ്രൈവ് ആണോ, ഇൻസെന്റീവ് ആണോ? നമുക്കറിയാം ഡ്രൈവ് ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം നമ്മുടെ സൈക്കോളജിക്കൽ ഒരു എറൗസ്ഡ് ആയിട്ടിരിക്കുന്ന സൈക്കോളജിക്കൽ ടെൻഷൻ ആണ് ഒരു നീഡിന്ന് എറൗസ് ചെയ്ത് വരുമ്പോ അതിനെ നമ്മൾ ഡ്രൈവ് എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകും? വെഷ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വെഷ്പ്, ദാഹം എന്ന് പറയുന്ന ഒരു ഡ്രൈവ് വരുമ്പോ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ദെൻ ആ ഡ്രൈവ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും. ആ അറൗസ്ഡ് ആയിട്ടുള്ള കണ്ടീഷന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദ്യം വന്നത്. മോട്ടീവ് അല്ല, ഗോളും അല്ല, ഇൻസെന്റീവ് അല്ല, ഡ്രൈവും അല്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളത് എന്ത് ചെയ്യുക? മറ്റുള്ള നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് അതിലുണ്ടെങ്കിൽ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യുക. ദെൻ അവസാനം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? രണ്ടെണ്ണം ഞാൻ പറയുന്ന രീതി എന്തെങ്കിലും മാറ്റിയേ അങ്ങനെ എന്തെങ്കിലും വേണോ? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണോ? ഇതേപോലെ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്ര നേരം മോട്ടിവേഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിനെ ഷഫിൾ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു ഫൈൻഡ് emotions when necessary, the ability to recognize and control one's own and others' emotions, the emotional reaction that occurs when completing an intelligence test, knowledge of emotional state. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EI എന്നാണ് നമ്മൾ അതിനെ അബ്രവേറ്റ് ചെയ്തിട്ട് പറയാറുള്ളത്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും നമ്മുടെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം. നമ്മൾ ഈ ഇമോഷണലിന്റെ ഇന്റലിജൻസിന്റെ EIയുടെ ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല. അവരുടെ ഏത് ഇമോഷൻ ആയാലും അത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലൊന്നും കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ആ വ്യക്തിക്ക് EI ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് കുറവാണ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പൊ ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് കൺട്രോൾ വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഇമോഷൻ. നമ്മുടെയും വേണം മറ്റുള്ളവരുടെയും വേണം. അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുക. അടുത്താണ് വിച്ച് നീഡ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഒന്ന് കമന്റ് ചെയ്യാമോ? ബിലോങ്ങിങ്നെസ് ആണോ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, എസ്റ്റീം ആണോ, സേഫ്റ്റി ആണോ?
മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന തിയറിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. നമുക്ക് അറിയാമെന്ന് ഒന്ന് കമന്റ് ചെയ്യോ? എപ്പോഴും ഇങ്ങനെ കേട്ടിരുന്ന ചിലപ്പോ അതന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ. നമുക്കറിയാം മാസ്ലോ 5 ഹൈറാർക്കിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും മുകളിൽ അത്രയും ആക്ച്വലൈസ്ഡ് ആവാണെന്നുണ്ട് ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. അടുത്തതാണ് ഹു വാസ് ദ പ്രൊപ്പണന്റ് ഓഫ് 2-factor തിയറി ഓഫ് ഇമോഷൻ? ആരാണ് നമ്മുടെ ഇമോഷന്റെ 2-factor തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെയിംസ് ലാങ് ആണോ, മാർഷൽ ആൻഡ് സിംബാർഡോ ആണോ, കാനൺ ആൻഡ് ബാർഡ് ആണോ, സ്കാഷർ ആൻഡ് സിംഗർ ആണോ എന്നാണ് ചോദ്യം. ജെയിംസ് ലാങ്ങിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാനൺ ആൻഡ് ബാർഡ് തിയറി നമ്മൾ ഇമോഷനിൽ പഠിച്ചിട്ടുണ്ട്. ഈ 2-factor തിയറി ഓഫ് ഇമോഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്? സ്കാഷർ ആൻഡ് സിംഗർ ആണ്. എന്താണ് അത് പറയുന്നത്? Cognitive theories of emotion began to emerge during the 1960s as part of what is referred to as the cognitive revolution in psychology. ആ ഒരു 1960 കാലഘട്ടങ്ങളിലെ നമുക്ക് കോഗ്നിറ്റീവ് തിയറീസ് ഓഫ് സ്പീഡ് കുറയ്ക്കാം കേട്ടോ. കോഗ്നിറ്റീവ് തിയറീസ് ഓഫ് ഇമോഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എമർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോഗ്നിറ്റീവ് തിയറീസ് ഓഫ് ഇമോഷൻ വാസ് വൺ പ്രൊപ്പോസ്ഡ് ബൈ സ്റ്റെയിൻലി സാഷർ ആൻഡ് ജെറോം സിംഗർ നോൺ ആസ് ദ 2-factor തിയറി ഓഫ് ഇമോഷൻ. ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? 1960 കാലഘട്ടത്തില് നമ്മുടെ ഇമോഷന്റെ തിയറി എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? എമർജ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന ടേം നമുക്ക് മനസ്സിലായി. ദെൻ കോഗ്നിറ്റീവ് തിയറീസ് ഓഫ് ഇമോഷനിൽ ഏർലി ആയിട്ട് നേരത്തെ വന്നിട്ടുള്ള എമർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തിയറിയാണ് എന്ത്? സ്കാഷർ സിംഗറിന്റെ തിയറി എന്ന് 2-factor തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ കാര്യം പാരഗ്രാഫ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോസിബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറെ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യും? കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ സ്കാഷർ സിംഗർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള തിയറി ഏതാണ്? 2-factor തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ഏത് കാലഘട്ടത്തിലാണ്? 1960-ലാണ്. ഏർലിയസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് തിയറിയിൽ ഒരെണ്ണം ഏതാണ്? നമ്മുടെ സ്കാഷർ സിംഗറിന്റെ 2-factor തിയറിയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? ഈ സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ. അടുത്താണ് അക്കോർഡിംഗ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് ഫോം ദ ബേസിസ് ഫോർ ഇൻട്രൻസിക് മോട്ടിവേഷൻ. നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി അനുസരിച്ച് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഫോം ചെയ്യാനുള്ള ബേസിസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പിറ്റൻസ്, റിലേറ്റഡ്നെസ്, കൺട്രോൾ, കോമ്പിറ്റൻസ്, ഓട്ടോണമി, റിലേറ്റഡ്നെസ്, കൺട്രോൾ, ഓട്ടോണമി, കോമ്പിറ്റൻസ്, കൺട്രോൾ, കോമ്പിറ്റൻസ്, റിലേറ്റഡ്നെസ്. ഞാൻ ഇതിൽ ആൻസർ കാണിച്ചിട്ടില്ല, ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കാമോ? തെറ്റിന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ തന്നെ ലേൺ ചെയ്യുള്ളൂ. ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുവോ? സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്തിന്റെ ബേസിസിലാണ് ഫോം ആവുന്നത്? ജസ്റ്റ് ഗസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തിയറി പറഞ്ഞു തരാം, അല്ലെങ്കിൽ എന്താണ് ആൻസർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആരുല്ലേ? ബി. കോമ്പിറ്റൻസ്, ഓട്ടോണമി, റിലേറ്റഡ്നെസ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ആൻസർ പറയാം. ആതിരല്ലേ പറഞ്ഞത്? ഓക്കെ, പറഞ്ഞ ആൻസർ ശരിയാട്ടോ. നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അബ്രവേറ്റ് ചെയ്ത് പഠിക്കുന്നത് ശരിയായി നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ 3 ഫാക്ടർ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. കോമ്പിറ്റൻസ്, ഓട്ടോണമി, റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന 3 ഫാക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? CAR എന്നുള്ള രീതിയിൽ നമ്മൾ വിബ്ജിയോർ ഒക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? അതേപോലെ CAR എന്നുള്ള രീതിയിൽ അബ്രവേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, കോമ്പിറ്റൻസ്, ഓട്ടോണമി, റിലേറ്റഡ്നെസ്. പിന്നെ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. കൺട്രോൾ, ഓട്ടോണമി, കോമ്പിറ്റൻസ് അല്ല, CAR ആണ്. CCR എന്നാണ്. അപ്പൊ ഈ രീതിക്ക് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള രീതിയിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്ന് വെച്ചാൽ ആ രീതിക്ക് പഠിച്ചാൽ മതി. കോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? People need to gain mastery of tasks
and learn different skill. When people feel that they have the skills needed for success, they are more likely to take action that will help them achieve their goals. നമുക്കറിയാലോ, നമ്മൾ ഓരോ എക്സാമിന് ഇപ്പൊ നമ്മൾ എഴുതുന്ന എക്സാം വരെ എന്താ കോമ്പിറ്റന്റ് ആയിട്ട് നടത്തുന്ന എക്സാം ആണ്. നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ആ ടാസ്കിൽ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടും ലേൺ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കണം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമ്പിറ്റന്റ് ആയിട്ടുള്ള എക്സാം അല്ലെങ്കിൽ കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് കണക്ഷൻ ഓർ റിലേറ്റഡ്നെസ്. People need to experience a sense of belonging and attachment to other people. നമ്മൾ പറയും ഞാൻ ഭയങ്കര റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ് ആ വ്യക്തിയായിട്ട് എന്നൊക്കെ പറയാറില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെ ഈ കണക്ഷൻ ഓർ റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളിന് എന്താണ്, മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഒരു അറ്റാച്ച്മെന്റ് മറ്റു ആൾക്കാരുടെ അടുത്ത് തോന്നണേനെയാണ് നമ്മൾ എന്ത് പറയാ, കണക്ഷൻ ഓർ റിലേറ്റഡ്നെസ് എന്ന് പറയാം. ഇതൊക്കെ നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് ഓട്ടോണമി. പീപ്പിൾ നീഡ് ടു ഫീൽ ഇൻ കൺട്രോൾ ഓഫ് ദെയർ ഓൺ ബിഹേവിയേഴ്സ് ആൻഡ് ഗോൾസ്. നമുക്ക് എന്തുണ്ടാവും, ഓട്ടോണമി വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ലേ, നമ്മുടേതായിട്ടുള്ള ബിഹേവിയേഴ്സ്, നമ്മുടേതായിട്ടുള്ള ഗോൾസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു കൺട്രോള് നമ്മുടെ കയ്യിൽ വേണം. അതിനാണ് നമ്മൾ ഓട്ടോണമി, നമ്മൾ എറിക്സന്റെ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓട്ടോണമി വേഴ്സസ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ടേം പല രീതിക്ക് ആലോചിച്ചു. ഇപ്പൊ ഞാൻ ഈ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പറയുമ്പോൾ എറിക്സന്റെലേക്ക് ഉണ്ട്. അപ്പൊ അത് ഏത് സ്റ്റേജിലായിരുന്നു, അത് എപ്പോഴാണ് വരാറ്, അതില് ഓട്ടോണമി ആയില്ലെങ്കിൽ മറ്റേ വേഴ്സസ് എന്താണ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു പോകുന്നത് നല്ലതായിരിക്കും. This sense of being able to take direct action that will result in real change plays a major part in helping people feel self-determined. എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടാക്കാനായിട്ട്. ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതിൽ കോമ്പിറ്റൻസ്, കണക്ഷൻ ഓർ റിലേറ്റഡ്നെസ്, ഓട്ടോണമി ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഫോം ചെയ്യാനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രാജു സേസ് I have always liked biology and being a doctor will allow me to make a good salary to take care of a family. As his desire to become a doctor, his answer is most consistent with. ഈ രാജു പറഞ്ഞിട്ടുള്ള, അവന് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ച് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് ഇതിൽ ഏത് രീതിക്കാണ്, ഡ്രൈവ് റിഡക്ഷൻ തിയറി ആയിട്ടാണോ, ഇൻസെന്റീവ് തിയറി ആയിട്ടാണോ, ഹൈറാർക്കി ഓഫ് നീഡ്സ് ആയിട്ടാണോ, അറൗസൽ ആയിട്ടാണോ? ഒന്ന് കമന്റ് ചെയ്യാമോ? തെറ്റിന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യാമോ? ഇൻസെന്റീവ്, അതന്നെ ഇൻസെന്റീവ് തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, ഈ രാജുവിന് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നത്. എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, വാട്ട് ഫോഴ്സസ് ആർ ബിഹൈൻഡ് യുവർ ആക്ഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ പറയാണ് എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം, അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് CUT എക്സാം എഴുതിയിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അതിലൂടെ എനിക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം. ഈ ഒരു ആക്ഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ചർച്ചിക്കണേലും അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കണേലും പഠിക്കണേലും ഒരു ആക്ഷൻ ആണല്ലോ. ഇതിന്റെ ബിഹൈൻഡിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് ഇൻസെന്റീവ് തിയറിയിൽ പറയുന്നത്. ഡു യു ഗെറ്റ് അപ്പ്, ഒരു മിനിറ്റ് ആഡ് ചെയ്യട്ടെ കേട്ടോ. Do you get up and head to the gym each day because you know it's good for you, or is it because of some type of external reward? There are many different reasons why people do things. നമ്മൾ എന്താണ്, ഓരോ വ്യക്തിയും ഓരോ കാര്യങ്ങൾ ചെയ്യണതിന്റെ പിന്നിൽ എന്തുണ്ട്, ഓരോ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് റീസൺസ് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുണ്ട്. There are many different reasons why people do things. Sometimes people are motivated to act because of internal desires and wishes, but at other times behaviors are driven by a desire for external rewards. എന്താണ്, ഇപ്പൊ നമ്മൾ ഏതൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ടൈപ്പ് ഓഫ് രീതിക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇൻട്രിൻസിക് ഉണ്ട്, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്നത്. രണ്ടാമത്തെ എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് ആലോചിക്കാം, ഓക്കെ എന്റെ മക്കൾക്ക് എക്സാം ആണ്, എന്റെ മക്കൾക്ക് എൻട്രൻസ് എക്സാം ആണ് വരുന്നത്, സോ ഞാൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മ്യൂച്വലി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് എന്തുണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇതാണെങ്കിൽ എന്താണ്, ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്.
അഥവാ ഞാൻ ആലോചിക്കുകയാണ്, ഓക്കെ ഇത് എന്റെ ജോലിയല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യണം, എനിക്ക് അതിനുള്ള സാലറി എല്ലാ മാസവും തരുന്നുണ്ടല്ലോ, മാം എന്റെ അടുത്ത് പറഞ്ഞ കാര്യമല്ലേ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതെന്താണ്, എക്സ്ട്രിൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന റിവാർഡ്സ് ആണ്. അപ്പോ നമ്മുടെ രാജുവിന് തോന്നിയ കാര്യം ഇൻസെന്റീവ് തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. When someone is involved in a work because he enjoys it, he is guided by intrinsic motivation, work fixation, extrinsic motivation, self actualization. ഒരു വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ ജോലി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണേ, അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണോ, വർക്കിന്റെ ഫിക്സേഷൻ ആണോ, എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണോ, അതോ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഭയങ്കര വർക്ക് എൻജോയ് ചെയ്തൊക്കെ ഇതെന്റെ പാഷൻ ആണ് അല്ലെങ്കിൽ ഇതെന്റെ ആഗ്രഹമാണ് എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. സോ അത് ഇന്റേണൽ ആയിട്ട് വരുന്ന റിവാർഡ്സും ഇൻട്രൻസിക് ആയിട്ട് വരുന്ന മോട്ടിവേഷനും ആണ്. അടുത്തത്, the theory of emotion that state that the stimulus causes bodily responses which in turn leads to experience of emotion is. എന്താണ് ഈ ഇമോഷന്റെ തിയറീസിൽ ഒരു സ്റ്റിമുലസ് ബോഡി റെസ്പോൺസ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്, അതിനുശേഷമാണ് ഇമോഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏത് തിയറിയാണ് എന്നാണ് ചോദ്യം. കാനൻ ബാർഡ് തിയറി ആണോ, ജെയിംസ് ലാങ്ങിന്റെ തിയറി ആണോ, അറൗസൽ റെസ്പോൺസ് തിയറി ആണോ, ഡ്രൈവ് തിയറി ആണോ? ഒന്ന് കമന്റ് ചെയ്യോ, ഏത് തിയറിയാണ്? ആദ്യം ഒരു സ്റ്റിമുലസ് വരുന്നു, അത് നമുക്കൊരു ബോഡിലി റെസ്പോൺസ് ഉണ്ടാകുന്നു, ദെൻ അത് ഏത് ഇമോഷൻ ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഏത് തിയറിയിലാണ് വരുന്നത്? ആരുല്ലേ, അറിയില്ലേ ഇമോഷന്റെ തിയറീസ്? നമുക്കത് കവർ ചെയ്യാം കേട്ടോ. അപ്പോ കാനൻ ബാർഡ് തിയറി ആണോ, ജെയിംസ് ലാങ് തിയറി ആണ്? ജെയിംസ് ലാങ് തിയറിയിലാണ് നമുക്കൊരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താ വരിക, ഒരു ബോഡി റിയാക്ഷൻ, ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് ആദ്യം വരിക. അതിനുശേഷമാണ് ഏത് ഇമോഷൻ ആണ് നമുക്ക് വന്നതെന്ന് അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. നമ്മളൊരു പാമ്പിനെ കാണുകയാണ്, ഒരു പാമ്പിനെ നമ്മൾ കണ്ടു, സ്റ്റിമുലസ് നമുക്ക് കിട്ടി, നമുക്ക് എന്താണ്, വിഷനിലൂടെ നമ്മൾ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, പാമ്പിന് അത്രയും ഫോബിയ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പേടിയുള്ള ആളാണെങ്കിൽ കൈ വരയ്ക്കാൻ തുടങ്ങും, ശ്വാസം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങും, മുഖമൊക്കെ ആകെ വെള്ളറി വെളുക്കണ പോലെയാവും, പിന്നെ സംസാരിക്കണമെന്നുണ്ട്, സംസാരിക്കാൻ പറ്റാണ്ടാവും, ഒക്കെ ചെയ്യും. ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസുകളൊക്കെ അവിടെ എന്ത് ചെയ്തു, നടന്നു. അതിനുശേഷമാണ് ഇത് ഫിയർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. നമുക്ക് വന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് വന്ന ബോഡി റെസ്പോൺസുകളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ എന്ത് വരിക, ഏത് ഇമോഷൻ ആണ് കാണിക്കുക. അത് വരുന്നത് ജെയിംസ് ലാങ് തിയറിയിലാട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ പറയാത്ത കാര്യം, ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് വില്യം ജെയിംസ് ആൻഡ് ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള കാൾ ലാങ് ആണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്, ജെയിംസ് ലാങ് തിയറി എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇമോഷൻ സജസ്റ്റ് ദാറ്റ് ഇമോഷൻ occur ആസ് എ റിസൾട്ട് ഓഫ് ഫിസിയോളജിക്കൽ റിയാക്ഷൻ ടു ഇവന്റ്സ്. നമുക്കൊരു സ്റ്റിമുലസ് വരുന്നു അല്ലെങ്കിൽ ഒരു ഇവന്റ് അവിടെ നടക്കുന്നു, അതിനുശേഷം നമുക്ക് ബോഡി റെസ്പോൺസുകൾ ഉണ്ടാകുന്നു, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടാകുന്നു. നമ്മൾ ചിലപ്പോൾ കൈവരയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ഹാർട്ട് നല്ലോണം ഇടിക്കുന്നുണ്ടാവാം, വാട്ടെവർ അങ്ങനത്തെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ റെസ്പോൺസ് വരുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമോഷൻ ഇറക്കുന്നത്. ഇതാണ് ഇമോഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതാണ്, ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ മെക്ലൻ, ജെയിംസ് ലാങ്, ഹേഴ്സ്ബർഗ്, മാസ്ലോ. നമുക്കറിയാലോ നീഡ് ഹൈറാർക്കി തിയറി. നമ്മളിപ്പോ തന്നെ 3-4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹൈറാർക്കി തിയറിയുടെ പ്രൊപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാസ്ലോയുടെ ആണ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ PG ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ സെമ്മിലും ഉണ്ടാകും, ഒരു ഫ്രോയിഡ് എന്തായാലും ഉണ്ടാവും. നമ്മൾ PGക്ക് 4 സെമസ്റ്ററിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, അതിന്റെ അണ്ടറിലുള്ള കോളേജിലായിരുന്നു. നമുക്ക് ഫ്രോയിഡ് ഇല്ലാത്തൊരു സെമസ്റ്റർ നമുക്കില്ല. അതേപോലെ തന്നെ മോട്ടിവേഷൻ അവിടെ ഉണ്ടോ, അവിടെ നമ്മുടെ നീഡ് ഹൈറാർക്കി തിയറി ഉണ്ടോ. അപ്പൊ അത്രയും മെയിൻ ആയിട്ട് വരുന്ന തിയറിയാണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്.
അടുത്തതാണ് the law states that the relationship between performance and arousal level is an inverted U curve. ഏത് ലോലാണ് എന്തില് നമ്മുടെ പെർഫോമൻസിന്റെയും അറൗസൽ ലെവലും ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള യു കർവിലാണ് എന്ന് പറയുന്നത്. യെർക്സ് ഡോട്ട്സൺ ആണോ, സെൽവി ആണോ, കാനൻബാർഡ് ആണോ, നൺ ആണോ? ഇതിൽ ആരും അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? യെർക്സ് ഡോട്ട്സൺ ആണ്. സെയിലിയുടെ തിയറി ഏതാന്ന് നമുക്കറിയാം, കാനൻബാർഡിന്റെ തിയറി ഏതാന്ന് നമുക്കറിയാം. ഇൻ കേസ് ഈ വ്യക്തിയെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഈ ഇൻവേർട്ടഡ് യുവിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ 3 പോയിന്റും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. The Yerkes-Dodson law suggests that elevated arousal levels can improve performance up to a certain point. Learn more about how this works and why sometimes a little bit of stress can actually help you perform your best. എന്താ പറയുന്നത്? യെർക്സ്-ഡോട്സന്റെ ലോ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലവേറ്റഡ് ആയിട്ടുള്ള അറൗസൽ ലെവൽ നമുക്കിപ്പോ നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് എന്താണ്? ഇപ്പൊ രാവിലെ തൊട്ട് ഓരോരോ സെഷൻസ് ആയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് ഉണ്ടായിരുന്നു, മോട്ടിവേഷൻ, ഇമോഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നത് എന്താ? നമ്മൾ അത്രയും അറൗസ്ഡ് ആണ്, നമുക്ക് അത്രയും എക്സാമിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള അറൗസൽ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? പെർഫോമൻസിന്റെ ലെവലും നമുക്ക് അപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ നമ്മൾ സ്ട്രെസ് പഠിക്കാറുണ്ട് അല്ലെ? യൂസ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്. ഒരു ചെറിയ അളവില്, ഭയങ്കര ഹെവി ആയിട്ടൊന്നല്ല കേട്ടോ, ഭയങ്കര ആൻസൈറ്റി അടിപ്പിക്കുക അങ്ങനത്തെ എല്ലാം, ഒരു ചെറിയ അളവില് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മുടെ പെർഫോമൻസ് ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ, പെർഫോമൻസിന്റെ ഒക്കറൻസ് കൂട്ടാൻ, അല്ലെങ്കിൽ അതൊരു എലവേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു മിനിമം ലെവൽ ഓഫ് സ്ട്രെസ്സും നല്ലതാണ് എന്നാണ് ആര് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് the two-factor theory of motivation was proposed by Herzberg, Maitland, Maslow, James Lange. എന്താണ്? ഹെർസ്ബർഗ് ആണ് വരുന്നത്. ആൻസർ എ. എക്സ്പ്ലനേഷൻ ഹെർസ്ബർഗ് മോട്ടിവേഷൻ തിയറി ഓഫ് മോഡൽ ഓർ ടു-ഫാക്ടർ തിയറി. ഹൈജീൻ ഫാക്ടർ ഉണ്ട്, പിന്നെ ഏതാണ് ഫാക്ടർ? മോട്ടിവേഷണൽ ഫാക്ടർ ഉണ്ട്. അപ്പൊ ടു-ഫാക്ടർ തിയറിയിൽ ഏത് ഫാക്ടർ ആണ് ചോദിക്കണേന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഹൈജീൻ ഫാക്ടർ ആണ്, മോട്ടിവേഷണൽ ഫാക്ടർ ആണ് എന്ന് പറയാനായിട്ട് പറ്റണം. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം? അബ്രവേറ്റ് ചെയ്തിട്ട് എച്ച് എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ എച്ച് ആൻഡ് എന്നുള്ള ബ്രാൻഡ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നില്ല. അതേപോലെ ഹൈജീൻ ഫാക്ടർ ആണ്, മോട്ടിവേഷണൽ ഫാക്ടർ ആണ്. ടു-ഫാക്ടർ തിയറി അവിടെ 2 ഫാക്ടർ ഉണ്ടാവും. അത് ആരാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? എച്ച് ആൻഡ് എം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടർ, എം എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ഫാക്ടർ. ഇങ്ങനെയാണ് കേട്ടോ കണക്ട്. ചിലപ്പോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്ന് അറിയില്ല, ഞാനൊക്കെ ഇങ്ങനെയാണ് പഠിക്കാറ്. ഇങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് the need for drives people to get close to people. Power, conformity, affiliation, achievement. നമുക്ക് മറ്റു വ്യക്തികളായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാര് തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികളെ തമ്മിൽ ഭയങ്കര ക്ലോസ് ആക്കാനുള്ള ഡ്രൈവിനെ നമ്മൾ, ആ ഒരു നീഡിനെ നമ്മൾ എന്താ പറയാ? നീഡ് ഫോർ ഡ്രൈവ് എന്നാണോ, നീഡ് ഫോർ കൺഫോമിറ്റി എന്നാണോ, നീഡ് ഫോർ അഫിലിയേഷൻ എന്നാണോ, നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. എന്തായിരുന്നു? ദ നീഡ് ഫോർ ഡ്രൈവ്സ് പീപ്പിൾ ടു ഗെറ്റ് ക്ലോസ് ടു പീപ്പിൾ. മറ്റുള്ളവരായിട്ട് ക്ലോസ് ആവാനുള്ള ആൾക്കാരുടെ ഡ്രൈവിനെ അല്ലെങ്കിൽ നീഡിനെ നമ്മൾ എന്താണ് പറയുക? ആൻസർ എന്തായിരുന്നു? നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. പവർ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഫാക്ടർ അറിയുന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യുക. ദെൻ അവസാനം ഒരു ആൻസറിലേക്ക് എത്താനെങ്കിലും നോക്കാം കേട്ടോ. സ്കിപ്പ് ചെയ്യരുതേ ക്വസ്റ്റ്യൻസ്. അപ്പൊ നീഡ് ഫോർ അഫിലിയേഷൻ ആണ് മെക്ലാൻഡ് നീഡ്സ് തിയറിയിലാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് മെക്ലാൻഡ് ആണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ട്? ഡിഫറെന്റ് ആയിട്ടുള്ള നീഡുകൾ ഉണ്ട്. അതില് നമുക്ക് മറ്റു വ്യക്തികളായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു നീഡ് വരുന്നത് നീഡ് ഫോർ അഫിലിയേഷനിലാണ്. പ്രൊപ്പോസ് ചെയ്തേക്കുന്നത് ആരായിരുന്നു? ഡേവിഡ് മെക്ലാൻഡ് ആട്ടോ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്തായിരുന്നു? ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. 3 രീതിക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് നീഡ് ഫോർ പവർ, അതിനെ നമ്മൾ NPO എന്നുകൊണ്ടാണ് അബ്രവേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, പീപ്പിൾ വിത്ത് എ ഹൈ നീഡ് ഫോർ അഫിലിയേഷൻ ഡിറൈവ്സ് pleasure from being loved by all and tend to avoid the pain
ഓഫ് ബീങ് റിജക്റ്റഡ്. നമ്മൾ ആരും റിജക്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ഒരു പ്ലഷർ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരായിട്ട് വളരെയധികം ക്ലോസ് ആവാൻ പറ്റും. നമുക്ക് ഉണ്ട് കേട്ടോ ഈ നീഡൊക്കെ, നീഡ് ഫോർ പവറും നീഡ് ഫോർ അഫിലിയേഷനും ഒക്കെ നമുക്ക് ഉള്ളതാണ്. അതേപോലെ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഒക്കെ മെക്ലാൻഡ് ആണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്താണ്, which of the following is not considered to be included within the physiological changes related to emotional state? എന്താണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കൺസിഡർ ചെയ്യാത്തത് എന്നാണ് ചോദിക്കണേ. ഫോളോയിങ് ഈസ് നോട്ട്. ഈ എക്സാമിനൊക്കെ വരുമ്പോൾ ഈ നോട്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലോസ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ് റിലേറ്റഡ് ടു ഇമോഷണൽ സ്റ്റേറ്റ്. ഇമോഷണൽ സ്റ്റേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസിൽ ഇൻക്ലൂഡ് ആക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഗ്ലാൻഡുലാർ, ഒറ്റ മിനിറ്റ് ഞാൻ ചാർജ് ചെയ്യട്ടെ. Glandular changes, changes in physical strength, changes in blood pressure, changes in digestive function. ഏതായിരിക്കും? ഏതാണ് ആൻസർ? ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. നമുക്കൊരു ഇമോഷണൽ സ്റ്റേറ്റിൽ എന്തുണ്ടാവില്ല, ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. Physiological changes related to emotion typically involve heart rate, blood pressure and glandular changes, not physical strength. നമുക്ക് എന്താണ് ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമോഷന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഗ്ലാൻഡുലാർ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാവും, നമ്മുടെ BP-യിൽ വേരിയേഷൻ ഉണ്ടാവും, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിലൊക്കെ വേരിയേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിന് എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്ന് ബാധിക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെസ് വന്നു, അപ്പോ സ്ട്രെസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ BP-ക്ക് വേരിയേഷൻ ഉണ്ടാവാം, നമ്മുടെ ഡൈജഷന് വേരിയേഷൻ ഉണ്ടാവാം, ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത്ര പെട്ടെന്ന് എന്തുണ്ടാവില്ല, ഫിസിക്കൽ സ്ട്രെങ്തിനെ ബാധിക്കുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത്. Which of the following is not a characteristics of high-end achievement person? Okay. ഏതാണ് നമ്മുടെ ഹൈ എൻഡ് അച്ചീവ്മെന്റ് പേഴ്സണെ ബാധിക്കാത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദ്യം. ആൻസർ കണ്ടോ? പ്രിഫറൻസ് ഫോർ മോഡറേറ്റ്ലി ചലഞ്ചിങ് ടാസ്ക്, പ്രിഫറൻസ് ഫോർ ഹൈലി ചലഞ്ചിങ് ടാസ്ക്, പ്രിഫറൻസ് ഫോർ കരിയർ റിലേറ്റഡ് ടാസ്ക്, പ്രിഫറൻസ് ഫോർ ടാസ്ക് ഇൻവോൾവിംഗ് കമ്പാരിസൺ. ഒന്ന് പറയാമോ ഏതായിരിക്കും ഹൈ എൻഡ് അച്ചീവ്മെന്റ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിൽ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഒന്ന് പറയാമോ? ഹൈ നീഡ് അച്ചീവ്മെന്റ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിൽ ഏതായിരിക്കും? ഒന്ന് ഗസ്സെങ്കിലും ചെയ്യോ? എനിക്ക് കേട്ടിരുന്ന ചിലപ്പോ ബോറടിക്കും. ഒന്ന് ഗസ് ചെയ്യാമോ? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഗസ് ചെയ്താ മതി. ഓക്കെ, B ആണ് ആൻസർ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ നീഡ് അച്ചീവ്മെന്റ് പേഴ്സണിലെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, ഇവര് ഹൈലി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ എന്ത് ചെയ്യില്ല, പ്രിഫർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവര് കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളാണ് ഇവര് എടുക്കുക. കാരണം വേർ സക്സസ് ഈസ് ലൈക്ലി ബട്ട് സ്റ്റിൽ ചലഞ്ചിങ്. എന്താണ്, സക്സസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്, എന്നാൽ അവിടെ എന്തുണ്ട്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രീതിയും അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹൈ നീഡ് അച്ചീവ്മെന്റ് ആയിട്ടുള്ള ആൾക്കാര് ഹൈലി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഫോർ ദ ഫോളോയിങ് നീഡ്സ് അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. നമുക്ക് ചെയ്യാം അല്ലെ, നല്ല രസമായിരിക്കും ചെയ്യാനായിട്ട്. ഒന്ന് നോക്കി നോക്കോ, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് വെച്ചിട്ട് ഇതൊന്ന് ഓർഡർ ആക്കാനാ, അസെൻഡിങ് ഓർഡറിൽ ഓർഡർ ആക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? A. belongingness needs, B. esteem needs, C. need for self-actualization, D. physiological needs, E. safety needs. ഇത് ഏതാണ് അസെൻഡിങ് ഓർഡറിൽ നോക്കുമ്പോ? ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് അല്ലെ.
ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് വരും. അത് കഴിഞ്ഞാൽ ബിലോങ്ങിങ്നെസ് നീഡ്സ് വരും. ദെൻ നമ്മുടെ എസ്റ്റീം നീഡ്സ് വരും. പിന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളെ കുഴപ്പിക്കാനായിട്ട് അവർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ചോദിക്കട്ടോ. അപ്പൊ അത് എന്താന്ന് നോക്കുക, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാപ്പാടായിരിക്കും. ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. According to James Lang theory of emotion, different patterns of autonomic activation lead to the experience of different emotion. The experience of emotion depends on autonomic arousal and on one's cognitive interpretation of that arousal. Emotions develop because their adaptive value. Emotion occurs when the thalamus sends signals simultaneously to the cortex and the ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതിൽ ഏതാണ് ജെയിംസ് ലാങ് തിയറിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഫിസിയോളജിക്കൽ ആയിട്ട് വരുന്ന ഒരു ആക്ടിവേഷൻ, ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് വന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വന്നു. ദെൻ ഫിസിയോളജിക്കൽ ആയിട്ട് വരുന്ന ഒരു ആക്ടിവേഷൻ, പിന്നെ അത് ഇമോഷൻസിലേക്ക് ലീഡ് ചെയ്യും. ഏതായിരിക്കും അപ്പൊ ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പറയുന്നില്ലേ? ബോർ അടിച്ചു തുടങ്ങിയോ? ഓക്കെ, എ ആട്ടോ ആൻസർ വരുന്നത്. കാരണം ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ഓട്ടോണോമിക് ആക്ടിവേഷൻ. ഓട്ടോണോമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കൈ വിറയ്ക്കണു, ശ്വാസം കിട്ടാണ്ടാവണു, പാൽപിറ്റേഷൻസ് വരുന്നു. ഇതൊക്കെയാട്ടോ ഓട്ടോണോമിക് ആയിട്ട് വരുന്ന റിയാക്ഷൻ, ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നത്. ഇപ്പൊ ചിലപ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇമോഷണൽ, ഈ വണ്ടർല പോലത്തെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോ ചില ആൾക്കാർക്ക് പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് സ്ട്രെസ് ആണോ എന്ന് വെച്ചാൽ യൂസ്ട്രെസ് ആ, കേറണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാ എന്തെങ്കിലും പറ്റും, ഇത്ര ഹൈറ്റിൽ നിന്നല്ലേ അത് വരുന്നത്, ഇത്ര പൊക്കത്ത് നിന്ന് എന്നെ തല കുത്തി നിർത്തില്ലേ എന്നൊക്കെ തോന്നും. അപ്പോ നമുക്ക് ആ നെർവസ് ആയിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് എന്തുണ്ടാവാം? ഈ ഓട്ടോണോമിക് ആയിട്ടുള്ള ആക്ടിവേഷൻ ഉണ്ടാവാം. അതിനുശേഷം അത് വിലയിരുത്തിയിട്ടാണ് നമുക്ക് എന്തുണ്ടാവാം? ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാറ് ഉള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ആൻസർ കാണിച്ചു. അടുത്തത്, പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഇമോഷണൽ ബിഹേവിയർ. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ബിഹേവിയറിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തലാമസ് ആണോ, ഹൈപ്പോ തലാമസ് ആണോ, ഫ്രണ്ടൽ ലോബ് ആണോ, പറൈറ്റൽ ലോബ് ആണോ? ഏതായിരിക്കും ഇമോഷൻസ് ആയിട്ട് ഏറ്റവും അസോസിയേറ്റ് ചെയ്ത് വരുന്നത്? ഏതായിരിക്കും? നമ്മളൊരു സ്റ്റഡി ഒക്കെ പഠിച്ചിട്ടില്ലേ ഫിസിയോളജിയിലെ UG പഠിച്ചപ്പോ? ഇന്ന സാധനത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷം ഇദ്ദേഹത്തിന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമൊന്നുമില്ലാന്ന് ഓർമ്മയില്ല? ഓക്കെ, സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇമോഷണൽ ബിഹേവിയറിൽ റോള് വഹിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ഈസ് ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് ഇമോഷണൽ റെസ്പോൺസസ് ആൻഡ് കൺട്രോളിംഗ് ബോഡി ഫങ്ഷൻ ലൈക്ക് ഹങ്കർ, തേഴ്സ്റ്റ്, അറൗസൽ. അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഹൈപ്പോ തലാമസ് നമ്മുടെ ഇമോഷണൽ ബിഹേവിയർ മാത്രമല്ല റെഗുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ കൂടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബോഡി ഫങ്ഷൻ, വിശപ്പ്, ദാഹം, അറൗസൽ ആയിട്ട് വരുന്ന സ്റ്റേജിലൊക്കെ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ റിലേറ്റ്സ് ടു. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്തായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺ, നോളജ് ഓഫ് ദ പേഴ്സൺ, നീഡ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ. ഏതായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, നീഡ് ഓഫ് ദ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഇതായി. കാരണം നമുക്കൊരു ബേസിക് ആയിട്ട് ഇത് വേണം എന്നുള്ള സാധനം, ഇത് എനിക്ക് ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് നീഡ് ഓഫ് ദ പേഴ്സൺ ആണ്. നമുക്ക് പഠിക്കണം എന്നുള്ളൊരു നീഡ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് പഠിക്കുന്നതും ഒരു ഹൈ ഗ്രേഡ് സ്കോർ ചെയ്യാനായിട്ടും നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഒക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എന്തുണ്ട്? നമുക്ക് ഓരോ നീഡ് ഓഫ് ദ പേഴ്സൺ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് അച്ചീവ്മെന്റ് മോട്ടിവേഷനിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ലോവർ ലെവൽസ് ഓഫ് ആക്ടിവേഷൻ ഇൻ ദ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് റിസൾട്ട് ഇൻ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സിൽ ലോ ലെവൽ ഓഫ് ആക്ടിവേഷൻ ആണ്, ചെറിയ തോതിലാണ് ആക്ടിവേഷൻ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തിലേക്കാണ് റിസൾട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെയിലിയർ ടു റെഗുലേറ്റ് ഇമോഷൻസ്, ഡെഫിസിറ്റ് ഇൻ ദ വിൽ ടു ചേഞ്ച്, failure to anticipate incentives, inability to understand the context of affective reaction. എന്താണ് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ലോ ലെവൽ ഓഫ് ആക്ടിവേഷൻ ആണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എ ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യണതിൽ എന്ത് വരും? ഫെയിലിയർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കൊരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആങ്കർ അല്ലെങ്കിൽ ഏത് ഇമോഷൻ ആയാലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം എന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും എന്നാണ് പറയുന്നത്. സോ പ്രിഫ്രണ്ടൽ കോർട്ടെക്സില് ലോവർ ലെവൽ ഓഫ് ആക്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ ഒരു ഏരിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരുന്നത്. ഇമോഷനും അതേപോലെ തന്നെ മോട്ടിവേഷനും 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കണം. പിന്നെ ഏരിയ കൂടുതലായിട്ട് നോക്കേണ്ടത് മോട്ടിവേഷൻ ഇമോഷൻ വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് ഏതിന്നാണ്? തിയറി പാർട്ടിൽ നിന്നാണ്. ഇപ്പൊ ഇമോഷന്റെ ആയാലും നമ്മുടെ മാസ്ലോന്റെ പോലത്തെ മോട്ടിവേഷന്റെ തിയറി ആയാലും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു.